ഇന്ന് നമുക്ക് 2025 റിലീസായ മർമർ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, തമിഴ്നാട്ടിലെ ജവാദ് മലയിലെ കൊടുങ്കാട്, ആ കാടിനുള്ളിൽ മങ്ക എന്ന മന്ത്രവാദിനിയും 7 കന്യകുമാരുടെ പ്രേതാത്മാവും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ആ കാടിനുള്ളിലേക്ക് പോയവരാരും തന്നെ ജീവനോട് തിരികെ വന്നിട്ടില്ല. പൗർണമി ദിവസം കന്യകമാർ കാടിന് നടുവിലുള്ള പുഴയിൽ കുളിക്കാനെത്തുമത്രേ. അത് കണ്ടവരാരും തന്നെ ജീവനോടെയില്ല. എന്നാൽ ഇതൊക്കെ അറിഞ്ഞ് 4 യൂട്യൂബേഴ്സ് ഡോക്യുമെന്ററി എടുക്കുവാനായിട്ട് കാടിനുള്ളിലേക്ക് പോകുവാനായി തീരുമാനിച്ചു. ഒടുവിൽ അവർ ആ പുഴയുടെ അടുത്തെത്തുകയാണ്. അവരുടെ ഉദ്ദേശം എന്തെന്നാൽ, ഈ പറയുന്ന കഥ യഥാർത്ഥത്തിൽ സത്യമാണോ അതോ വെറും കെട്ടുകഥയാണോ എന്ന് തെളിയിക്കണം. അവർക്കതിന് സാധിച്ചു. എല്ലാവരും ജീവനോടുകൂടി തിരികെ വന്നോ എന്നൊക്കെ അറിയണ്ടേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് യൂട്യൂബേഴ്സായ 4 ഫ്രണ്ട്സിനെയാണ്. ഇവരുടെ യൂട്യൂബ് ചാനൽ അത്യാവശ്യം ഫേമസും സക്സസ്ഫുള്ളുമാണ്. 4 പേരിൽ മെൽവിനാണ് ഇവരുടെയൊക്കെ ഹെഡ്. ദേ ചുമപ്പ് ഷർട്ടിട്ട് നിൽക്കുന്നവനുണ്ടല്ലോ, അവനാണ് ഋഷി. പിന്നെ 2 പെൺകുട്ടികളായ അൻകിതയും ജെന്നിഫറും. ഇവർ 4 പേരും തമിഴ്നാട്ടിലെ തിരുവണ്ണാമലൈ ഡിസ്ട്രിക്റ്റിലേക്ക് പോകുവാനായി തീരുമാനിച്ചിരിക്കുകയാണ്. അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. എന്തെന്നാൽ, തിരുവണ്ണാമലൈ ഡിസ്ട്രിക്റ്റിലെ ജവാദ് മലയ്ക്കുള്ളിൽ ഒരു കൊടും കാടുണ്ട്. ആ കാട്ടിനുള്ളിൽ മങ്ക എന്ന മന്ത്രവാദിയും അവരോടൊപ്പം 7 കന്യകരായ പെൺകുട്ടികളുടെ പ്രേതാത്മാക്കളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ കാടിനുള്ളിലേക്ക് പോയി അവിടെ നടക്കുന്നത് സത്യമാണോ അതോ കള്ളമാണോ, ഇതൊക്കെ വെറും അന്ധവിശ്വാസം മാത്രമാണോ എന്നൊക്കെ അറിയുവാനായിട്ട് 4 പേർക്കും ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുവാനായിട്ട് അവർ തീരുമാനിക്കും. അവർക്ക് അവിടെ എത്തിപ്പെട്ടാൽ ഒരു ഗൈഡ് വേണമല്ലോ. അതിനായിട്ട് അവിടെ ഒരാളെ അവർ സെറ്റാക്കുകയും ചെയ്തു. പിന്നെ ഫുഡും റൂമും എല്ലാം അവർ റെഡിയാക്കി. മാത്രമല്ല, പോകുന്ന സമയത്ത് ഫുൾ കാര്യങ്ങളും ലൈവായിട്ട് റെക്കോർഡ് ചെയ്തു വേണം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. അതിനു വേണ്ടിയിട്ട് ക്യാമറയും കാര്യങ്ങളും എല്ലാം അവർ റെഡിയാക്കി. അങ്ങനെ ജവാദ് മലയിലേക്ക് യാത്രയായി. അവിടെ എത്തിയപ്പോഴാണ് അവരെ സഹായിക്കുവാനായി തീരുമാനിച്ചിരുന്ന ആൾ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട കാര്യം 4 പേരും അറിയുന്നത്. ഇവർ കാട്ടിലേക്ക് പോകുവാനായി തീരുമാനിച്ചപ്പോൾ തന്നെ ദേ ഒരു അപശകുനം വന്നിരിക്കുന്നു. ഇനി കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെങ്കിലോ എന്നൊക്കെ ചിന്തിക്കുമെങ്കിലും കാടിനുള്ളിലേക്ക് കടക്കുക എന്നവർ സ്ട്രോങ് ആയി തീരുമാനിച്ചിരുന്നു. ഇനി ആരവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ടെൻഷനായി നിൽക്കുന്ന സമയമായിരുന്നു ഈ മരണപ്പെട്ടു പോയ ആളുടെ മകളായിട്ടുള്ള കാന്ത എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാമെന്നും തീരുമാനിച്ചതും. പക്ഷെ അവൾക്ക് കുറച്ച് കാശ് കൊടുക്കണം. അവിടുത്തെ ഗ്രാമവാസികളോട് കാടിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് അവർ പറയുന്നത്, ആ കാടിനുള്ളിലേക്ക് പോയവരാരും ജീവനോടുകൂടി തിരിച്ചു വന്നിട്ടില്ല. മാത്രമല്ല, പകൽ സമയത്ത് പോലും ഞങ്ങൾ ആരും ആ ഒരു പരിസരത്ത് പോലും പോകത്തില്ല. ആ ഒരു കാട് മുഴുവൻ മങ്ക എന്ന മന്ത്രവാദിയുടെ കീഴിലാണ്. ഞങ്ങൾ ചുള്ളി പറക്കവൻ പോലും അവിടേക്ക് പോകാറില്ല. അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ള കാടാണതെന്നും നാട്ടുകാരൊക്കെ പറയുന്നു. പക്ഷെ അതൊന്നും കേട്ടിട്ട് പിന്തിരിയുവാനായിട്ടും 4 കൂട്ടുകാരും തീരുമാനിച്ചില്ല. കാടിനെ പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് മങ്ക ഒരു മുത്തശ്ശിക്കടുത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. മുത്തശ്ശി പറയുന്ന കാര്യങ്ങളെല്ലാം അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ മുത്തശ്ശിക്കാണെങ്കിൽ തന്റെ മുഖം പോലും റെക്കോർഡ് ചെയ്യരുത് എന്ന ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മുത്തശ്ശി തല മറച്ചാണ് ഇരിക്കുന്നതും. മുത്തശ്ശി ആ കാടിനെ പറ്റിയും അവിടെ ഈ മങ്ക ആരാണ് എന്നുള്ള കഥയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അവരുടെ നാട്ടിലെ 7 കന്യകരായ 7 ദൈവങ്ങളെ ആരാധിച്ചിരുന്നു. ആ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു കന്നി ഫെസ്റ്റ് നടത്താറുണ്ട്. കന്യകരായ പെൺകുട്ടികളാണ് ആ ഒരു ഫെസ്റ്റ് നടത്തുന്നതും. 80 വർഷങ്ങളായി കന്നി ഫെസ്റ്റും ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്. അതിനു പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതാണ് മങ്ക ആരാണ് എന്ന് തുറന്നു കാട്ടുന്ന കാരണവും. പണ്ടേ നാട്ടിലുണ്ടായിരുന്ന ഗോവിന്ദൻ എന്നയാൾ ജോലിക്ക് പോയ സമയത്ത് അവിടെ വെച്ച് മങ്ക എന്നൊരു പെൺകുട്ടിയെ കാണുകയും ഇഷ്ടപ്പെടുകയും അവളെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ദേ ഈ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. മങ്ക വന്നതിന് ശേഷം ആ നാട്ടിലുള്ള കന്യകരായ പെൺകുട്ടികളെ കാണാതായി തുടങ്ങി. എന്നാൽ ഒടുവിൽ ഈ ഗോവിന്ദന്റെ സഹോദരന്റെ മകളെയും കാണാതായി. അങ്ങനെ നാട്ടുകാരെല്ലാവരും അന്വേഷിച്ചു പോയ സമയത്താണ് ആ കാടിനുള്ളിൽ നടുവിലായിട്ട് മങ്ക കയ്യിലും ദേഹത്തുമൊക്കെ രക്തവുമായി നിൽക്കുന്നത് കാണുന്നതും. മാത്രമല്ല, തറയിലാകെ രക്തമായിരുന്നു. അവിടെ നാട്ടുകാരെല്ലാവരും ചേർന്ന് കുഴിച്ചു നോക്കിയ സമയത്ത് ഈ കാണാതായ പെൺകുട്ടികളുടെ എല്ലാം ശവശരീരം തലവേറെ ഉടലുവേറെ ആയിട്ട് കിടക്കുകയാണ്. ഈ മങ്ക എല്ലാ പെൺകുട്ടികളെയും ബലി കൊടുത്തതായിരുന്നു അത്. മങ്ക അങ്ങനെ ചെയ്തതിനാൽ ദേഷ്യം സഹിക്കാനാകാത്ത നാട്ടുകാർ മങ്കയെ പിടിച്ചു കെട്ടുകയും തല്ലുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്തു. ഒടുവിലവളെ ചാക്കിൽ കെട്ടി ദേ ആ കാട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കാട്ടിൽ കിടന്ന് മങ്ക മരണപ്പെട്ടു. ഈ മങ്കയ്ക്ക് ഈ നാട്ടിൽ സ്വന്തമെന്നോ ബന്ധമെന്നോ പറയുന്നതിന് വേണ്ടിയിട്ട് ആരും തന്നെയില്ല. ഗോവിന്ദൻ ഏതോ നാട്ടിൽ പോയ സമയത്ത് പ്രണയിച്ച് വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ്. ഏതോ നോർത്തിലങ്ങാണ്ടുള്ള പെൺകുട്ടിയാണെന്ന് മാത്രമേ ഇവിടെയുള്ളവർക്ക് അറിയാവൂ എന്നുള്ള കാര്യം മുത്തശ്ശി പറയുകയാണ്. പിന്നെ മുത്തശ്ശി ഒരു കാര്യം കൂടി പറയും.
സപ്തകന്യകരെന്നറിയപ്പെടുന്ന ആ 7 കന്യകരായിട്ടുള്ള പെൺകുട്ടികൾ കാടിന് നടുവിലുള്ള ഒരു പുഴയിൽ വന്ന് കുളിച്ചിട്ട് പോകുമെന്നാണ് പറയപ്പെടുന്നത്. അത് സത്യമാണോ എന്നറിയുവാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള ഒരുപാട് പേര് ഒളിഞ്ഞും തെളിഞ്ഞും അവിടേക്ക് പോയി നോക്കിയിട്ടുണ്ട്. പക്ഷെ പോയവരാരും തന്നെ ജീവനോട് കൂടി തിരികെ വന്നിട്ടില്ല. പിന്നെ കാടിനുള്ളിലേക്ക് കടന്ന് 7 പേരും കുളിക്കുന്നത് കണ്ടിട്ട് തിരികെ വന്നവരുണ്ട്. അവരെല്ലാവരും അടുത്ത ദിവസം മരണപ്പെട്ടു. സപ്തകന്യകർക്ക് അവർ കുളിക്കുന്നത് മറ്റുള്ളവർ കണ്ടാൽ ദേഷ്യം വരും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവരെ കൊന്നുകളയുമെന്നും മുത്തശ്ശി പറയുന്നു. പക്ഷെ അതൊന്നും ഈ 4 പേർക്കും അത്ര വിശ്വാസമായതുമില്ല. 4 പേരും കാട്ടിനുള്ളിലേക്ക് പോകുവാനായി തീരുമാനിച്ചു. അങ്ങനെ അവർ കാടിനുള്ളിലേക്ക് കടക്കുകയാണ്. അവരുടെ സാധനങ്ങളും കയ്യിലൊരു മാപ്പുമായിട്ടാണ് അകത്തേക്ക് പോകുന്നതും. മാപ്പ് പ്രകാരം അവർ ആദ്യം എത്തിയത് കറുവാക്കല്ല് എന്ന സ്ഥലത്തേക്കാണ്. അന്നേ ദിവസം രാത്രിയായി പോയതിനാൽ അവിടെ ടെന്റടിച്ച് താമസിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ വീണ്ടും യാത്ര ആരംഭിക്കാമെന്നും അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ മദ്യപിച്ചിട്ടൊക്കെ വിശ്രമിക്കുന്ന സമയം അവരോടൊപ്പം കാന്തയുമുണ്ട്. പക്ഷേ കാന്ത മദ്യപിച്ചിട്ടൊന്നുമില്ല. എന്നാൽ അത്രയും നേരം വെറുതെ ഇരിക്കുകയല്ലേ, നമുക്കൊന്ന് ഓജോ ബോർഡ് കളിച്ചാലോ എന്ന് ചിന്തിച്ച് ഋഷി ഓടിപ്പോയി ഓജോ ബോർഡ് എടുത്തുകൊണ്ടുവരും. എന്നിട്ട് അവൻ സ്പിരിറ്റിനെയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ വരുന്നതേയില്ല. പരിസരത്തു കൂടി എന്തൊക്കെയോ ഓടുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നു. വല്ല ജീവികളുമായിരിക്കുമെന്നും അവർ കരുതും. വീണ്ടും സ്പിരിറ്റിനെ വിളിക്കും. പക്ഷെ ഒന്നും തന്നെ വരുന്നതേയില്ല. അത് കാരണം ഋഷി കാന്തയോട് ഒരു സേഫ്റ്റി പിന്ന് ചോദിക്കുന്നു. കാന്ത പിന്ന് കൊടുത്തതും അവളുടെ കയ്യിൽ പിടിച്ച് ആ ഒരു പിന്ന് വെച്ച് കുത്തിയിട്ട് ബ്ലഡ് ഓജോ ബോർഡിൽ ഒഴിക്കുന്നു. അത് കാണുന്നതും കാന്തയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. അവൾ കരയുവാനായും തുടങ്ങി. ഞാൻ നിങ്ങളോടൊപ്പം വരരുതായിരുന്നു. വന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇവിടെ ബ്ലഡ് വീഴരുതെന്ന് മുത്തശ്ശി പറഞ്ഞതല്ലേ. ബ്ലഡ് വീണാൽ മങ്ക എവിടേക്ക് വരും. എനിക്കിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അത് ഞാൻ വെറും ഒരു തമാശക്ക് ചെയ്തതാ. നീ ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്ന എന്തിനാന്നൊക്കെ ഋഷി ചോദിക്കും. എന്നാൽ അതൊന്നും കേൾക്കുവാനായിട്ട് കാന്ത കൂട്ടാക്കുന്നതേയില്ല. എനിക്കിപ്പോൾ പോയേ പറ്റൂവെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുവാനായി ഒരുങ്ങുന്നു. അപ്പോൾ അവളുടെ പിന്നാലെ മെൽവിനും ഋഷിയും പിന്നെ ജെന്നിഫറും ഒക്കെ പോകുന്നു. പക്ഷെ അൻകിതയ്ക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വന്ന് അവൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. പേടിച്ച് പിണങ്ങിപ്പോയ കാന്തയെ ഒരുവിധം സമാധാനിപ്പിച്ച് ടെന്റിലേക്ക് കൊണ്ടുവന്നു. അവളെ സമാധാനിപ്പിച്ചത് എങ്ങനെയെന്നാൽ ഓജോ ബോർഡ് കളിച്ചു തുടങ്ങി വെച്ചത് നീയല്ലേ, അപ്പോൾ നീ തന്നെ പൂർത്തിയാക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവന് തന്നെയാണ് ആപത്തെന്ന് പറഞ്ഞിട്ടാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. വെറുതെ പറഞ്ഞതാണ്. അത് വിശ്വസിച്ച് കാന്തയും അവരോടൊപ്പം എത്തിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും അവർ ഓജോ ബോർഡ് കളിക്കുവാനായി ആരംഭിച്ചു, വെറുതെ നേരം പോകുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഈ കൂട്ടത്തിലുള്ള മെൽവിന് അവരെന്ത് ചെയ്താലും അത് ഷൂട്ട് ചെയ്ത് വെക്കുന്ന സ്വഭാവമുണ്ട്. മെൽവിൻ ഈ ഒരു കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് വെക്കുകയാണ്. ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരുന്ന സമയം തന്നെ ഋഷിക്ക് യൂറിൻ പാസ് ചെയ്യുവാനായിട്ടും തോന്നി. അവൻ അവരോട് പറഞ്ഞിട്ട് കാടിനുള്ളിലേക്കും പോവുകയാണ്. ഋഷി പോയി കഴിഞ്ഞതും ബാക്കിയുള്ളവർ അവിടെ ഇരുന്ന് ഓജോ ബോർഡ് കളിക്കുകയാണ്. സ്പിരിറ്റിനെ വിളിക്കുന്ന സമയത്തൊന്നും ഒന്നും വന്നില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞതും ഗ്ലാസ് അനങ്ങുവാനായി തുടങ്ങി. അത് കണ്ട് എല്ലാവരും ഒന്ന് പേടിക്കും. കാന്തയും വല്ലാതെ പേടിക്കും. സ്പിരിറ്റ് വന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരാ, മങ്കയാണോ എന്ന് ചോദിക്കുമ്പോൾ എസ്സിലേക്കാണ് ഗ്ലാസ് ചെന്ന് നിൽക്കുന്നതും. എല്ലാവരും പേടിച്ചു പോകുന്നു. അതേ സമയമായിരുന്നു യൂറിൻ പാസ് ചെയ്യുവാനായിട്ട് കാടിനുള്ളിലേക്ക് പോയ ഋഷിയാണെങ്കിൽ സിഗരറ്റ് വലിക്കുവാനായിട്ട് ലൈറ്റർ കത്തിക്കും. പക്ഷെ ലൈറ്റർ അണഞ്ഞു പോകുന്നു. അവിടെയൊന്നും ഒരു കാറ്റും പോലുമില്ല. എന്നിട്ട് എങ്ങനെയായിരിക്കും ഈ ലൈറ്റർ അണയുന്നത് എന്ന് ചിന്തിച്ച ഋഷിയാണെങ്കിൽ വീണ്ടും വീണ്ടും ലൈറ്റർ കത്തിക്കും. പക്ഷെ അപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഓ, മങ്കയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഈ കാടിനുള്ളിൽ ഒരു മങ്കയുമില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മങ്കയെ വല്ലാതെ വെല്ലുവിളിക്കുന്നു. അപ്പോഴേക്കും അവന്റെ അടുത്തുകൂടി ആരൊക്കെയോ ഓടുന്നത് പോലെയും ചിലങ്കയുടെ ശബ്ദവും ഒക്കെ അവൻ കേൾക്കുന്നു. അത് കാരണം പേടിച്ച ഋഷിക്ക് ഇനി ഇവിടെ നിന്നാൽ പണി പാളുമെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ കൂട്ടുകാർക്കടുത്തേക്ക് ഓടും. എന്നാൽ കൂട്ടുകാരാണെങ്കിലോ ഓജോ ബോർഡ് കളിച്ച് അവിടെ പേടിച്ച് വിറച്ചിരിക്കുക. അതേ സമയമായിരുന്നു പേടിച്ച് വിറച്ച് ഋഷിയും അവിടേക്ക് ഓടിച്ചെന്നതും. പേടിച്ച് ഋഷി ഓടി വന്ന് നിൽക്കുന്നത് ഓജോ ബോർഡിന് മുകളിലായിരുന്നു. അത് കാരണം ഓജോ ബോർഡും പൊട്ടിപ്പോയി, ആ ഒരു ഗ്ലാസും പൊട്ടിപ്പോയി. എന്നിട്ട് ഋഷി പറയുന്നുണ്ട് താൻ ഒരുപാട് ശബ്ദങ്ങളൊക്കെ കേട്ടു, ആരോ ഓടുന്നതായിട്ടുള്ള ശബ്ദമാണ് കേട്ടത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ കൂട്ടുകാർ പറയുന്നത് അത് വല്ല ജീവികളും ഓടുന്നതായിരിക്കും, നിനക്ക് തോന്നിയതാണ് എന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല പൊട്ടിപ്പോയ ഓജോ ബോർഡ് എടുത്ത് അവർ തീയിലേക്കും ഇടുന്നു. അതിനുശേഷം ഉറങ്ങുവാനായി പോവുകയാണ്. കാന്തയെ പുറത്ത് കിടത്തിയിട്ട് ബാക്കി എല്ലാവരും ടെന്റിലേക്ക് പോകുന്നു. എന്നാൽ ഋഷിക്ക് വല്ലാത്ത സങ്കടം. അവളൊരു പെൺകുട്ടിയല്ലേ, അതും ഒറ്റയ്ക്ക് എങ്ങനെയാ പുറത്ത് കിടക്കുന്നത്? നമുക്ക് രണ്ടുപേർക്കും പുറത്തിറങ്ങി കിടന്നിട്ട് അവളെ ഈ ടെന്റിൽ കിടത്തിയാലോ എന്ന് ഋഷി ചോദിക്കുമ്പോൾ അതിന് മെൽവിൻ തയ്യാറാകുന്നില്ല. എനിക്കൊന്നും പറ്റത്തില്ല പുറത്തിറങ്ങി കിടക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അത് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. വീണ്ടും കിടന്നുറങ്ങുമ്പോഴും ഋഷിക്ക് മനസ്സ് വരത്തില്ല. ഋഷി കാന്തയ്ക്ക് കിടക്കാനുള്ള ബെഡൊക്കെ എടുത്തുകൊണ്ടിട്ട് കൊടുത്തിട്ട് അവളുടെ അടുത്തിരിക്കുന്നു. കുറെ നേരം കഴിഞ്ഞതും വല്ലാത്ത കൊതുശല്യം. അത് കാരണം ഋഷിക്ക് ഉറക്കവും വരുന്നില്ല. ഋഷി അങ്ങനെ വീണ്ടും ടെന്റിലേക്ക് പോയി കിടന്നു. ആകെ അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത് ഇപ്പോൾ കാന്ത മാത്രമാണ്.
കുറെ നേരം കഴിഞ്ഞതും വല്ലാത്ത ശബ്ദങ്ങളൊക്കെ കാന്ത കേൾക്കുവാനായി തുടങ്ങി. അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ്. അപ്പോഴും ഏതോ ഒരു സ്ത്രീ കരയുന്നതും പിന്നെ ആരൊക്കെയോ ഓടുന്നതും കരിയിലേക്ക് മുകളിലൂടെയുള്ള ശബ്ദങ്ങളും ഒക്കെ അവൾ കേൾക്കുന്നു. കുറെ നേരം അവൾ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് വീണ്ടും കുറച്ചു കഴിഞ്ഞ് അവൾ ഉറങ്ങിപ്പോയി. വീണ്ടും എഴുന്നേറ്റപ്പോൾ അവളുടെ ദേഹത്തേക്ക് രക്തമായിരുന്നു. എവിടെ നിന്നാണ് ആ ഒരു രക്തം വന്നതെന്ന് അവൾക്ക് അറിയത്തേയില്ല. മാത്രമല്ല അവിടെ മുഴുവൻ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുകയാണല്ലോ. ഒരു ക്യാമറയാണെങ്കിൽ മറ്റൊരു വശത്തേക്ക് തിരിയുന്നതായിട്ട് കാന്ത കാണുന്നു. പെട്ടെന്ന് തന്നെ കാന്തയെ ഒരു രൂപം വന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. എന്തൊക്കെയോ മന്ത്രങ്ങളും ചൊല്ലുന്നത് കേൾക്കുന്നു. അടുത്ത ദിവസം ഒരു 11 മണിയായി കാണും. എല്ലാവരും ഉറക്കമുണരുകയാണ്. കാന്തയെ കാണുന്നില്ല. അവൾ എവിടെ പോയി കാണുമെന്ന് അവർ ചർച്ച ചെയ്യും. അപ്പോൾ മെൽവിനൊക്കെ പറയുന്നത് മിക്കവാറും അവള് ഇന്നലത്തെ പ്രശ്നം കൊണ്ട് വീട്ടിലേക്ക് പോയി കാണും. അത് കേട്ട് ഋഷി പറയുന്നത് അവൾ അങ്ങനെ എന്തായാലും ഈ ഒരു ഇരുട്ടത്ത് വീട്ടിൽ പോകുവാനായിട്ട് ചാൻസ്. ഋഷിയെ സപ്പോർട്ട് ചെയ്ത് അങ്കിതയുമുണ്ട്. അങ്കിതയും പറയുന്നത് ഉറപ്പായിട്ടും അവള് പോകാൻ ചാൻസ് ഇല്ല. മാത്രമല്ല അവൾ ഇന്നലെ നന്നായിട്ട് പേടിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ അങ്കിത പറയുന്നു. അവളെ പുറത്തു വെച്ച് കിടത്തരുതായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അങ്കിതയും ഋഷിയും പറയും. പക്ഷേ മെൽവിനും ജെന്നിഫറും പറയുന്നത് അവളല്ലാതെ അവളുടെ വീട്ടിൽ പോയി കാണുമെന്നാണ്. ഋഷി നമുക്ക് ക്യാമറ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറയുമ്പോൾ മെൽവിൻ പറയുന്നത് നമ്മൾ ഈ ഒരു ഡോക്യുമെന്ററി എടുക്കാൻ വരുന്ന സമയത്തെ നമ്മൾ മുൻപേ തീരുമാനിച്ചില്ലേ, നമ്മുടെ റൂൾസ് പ്രകാരം ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്ത് കഴിയുന്നത് വരെ ആരും വീഡിയോ കാണാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്ത് നോക്കണ്ട എന്ന് പറയുന്നു. പക്ഷെ അതെടുത്ത് നോക്കിയിരുന്നെങ്കിൽ കാന്തയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അറിയാമായിരുന്നല്ലോ എന്നായിരുന്നു ഋഷിയും അങ്കിതയും പറയുന്നത്. പക്ഷെ ഇതൊന്നും കേൾക്കുവാനായിട്ട് മറ്റു രണ്ടുപേരും കൂട്ടാക്കുന്നില്ല. അവിടെ വെച്ച് ഋഷിയും മെൽവിനും തമ്മിൽ ചെറിയൊരു സംസാരമൊക്കെ നടക്കും. നമ്മൾ എന്തിനാ തമ്മി തല്ലുന്നത്, നമുക്ക് വന്ന കാര്യം നോക്കാം, ബാക്കിയുള്ള കാര്യം നമുക്ക് തുടങ്ങാമെന്നും ജെന്നിഫറും അങ്കിതയും പറയുന്നു. അങ്ങനെ അവർ വീണ്ടും യാത്ര ആരംഭിച്ച് രണ്ടാമത്തെ കല്ലിലെത്തി. അവിടെ അവർ ടെന്റ് അടിക്കുകയാണ്. ഇതിൽ മെൽവിന് ജെന്നിഫറിന് ചെറിയൊരു നോട്ടമുണ്ട്. അവളോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിന്ന ജെന്നിഫറിനെ ഒന്ന് ട്രൈ ചെയ്യുവാനായിട്ട് മെൽവിൻ നോക്കും. പക്ഷെ ജെന്നിഫറിന് അത് ഇഷ്ടമാകുമോ? ഇല്ല. അവൾ മെൽവിനെ ഒരുപാട് വഴക്ക് പറയും. എന്നിട്ട് ഋഷിയോട് പറയുന്നുണ്ട്, ഋഷി എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇവൻ ആള് ശരിയല്ല, അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഋഷിയും ജെന്നിഫറിനൊപ്പം പോകുവാനായിട്ടും കൂട്ടാക്കുന്നു. കാന്തയുടെ പ്രശ്നമാണ് ഋഷിയുടെ മനസ്സിൽ കിടന്ന് അലട്ടിക്കൊണ്ടേയിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇനി അവരോടൊപ്പം നിൽക്കുവാൻ പറ്റില്ല എന്ന് കരുതി ഋഷിയും ജെന്നിഫറിനൊപ്പം പോകുവാനായും തീരുമാനിച്ചത്. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് യാത്രയായി. പിന്നീട് ടെന്റിലുള്ളത് മെൽവിനും അങ്കിതയും മാത്രമാണ്. മെൽവിൻ അങ്കിതയോട് പറയുന്നുണ്ട്, ജെന്നിഫറിനെ എനിക്ക് ഇഷ്ടമാണ്, പിന്നെ അവൾ എന്താ മനസ്സിലാക്കാത്തത് എന്ന് പറയുമ്പോൾ അങ്കിത പറയുന്നത് ഒരിക്കലും ജെന്നിഫർ നിനക്ക് സെറ്റ് ആകത്തില്ല, നിനക്ക് ഞാൻ മാത്രമേ സെറ്റ് ആകൂ എന്ന് പറഞ്ഞിട്ട് മെൽവിനും അങ്കിതയും അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നു. എല്ലാം കഴിഞ്ഞിട്ട് സിഗരറ്റ് വലിക്കാനായി നോക്കുന്ന സമയത്തോ അങ്കിതയുടെ കയ്യിലാണെങ്കിൽ സിഗരറ്റ് ഇല്ല. അത് ഋഷി എടുത്ത് കൊണ്ടുപോയി കാണുമെന്ന് കരുതി ഉടനെ തന്നെ ഋഷിയെ വാക്കി ടോക്കി വഴി കോണ്ടാക്ട് ചെയ്യും. ഋഷി പറയുന്നത് നിനക്ക് സിഗരറ്റ് വേണമെങ്കിൽ നീ എന്റെ അടുത്തേക്ക് വരണമെന്നായിരുന്നു. എന്നിട്ട് അവൻ ലൊക്കേഷനും അയച്ചു കൊടുത്തു. അങ്കിത ഒറ്റയ്ക്ക് ഋഷിക്കടുത്തേക്ക് പോവുകയാണ്. അതും ക്യാമറ എല്ലാം ഓണാക്കി വെച്ചിട്ടാണ് പോകുന്നതും. അവൾ നടന്നു പോകുന്നതെല്ലാം റെക്കോർഡായിക്കൊണ്ടേയിരിക്കുന്നു. അന്ന് ഋഷി യൂറിൻ പാസ് ചെയ്യുവാനായി പോയ സമയത്ത് ഒരുപാട് ശബ്ദങ്ങളും ചിലങ്കയുടെ ശബ്ദവും ഒക്കെ കേട്ടിരുന്നല്ലോ. അതേ ശബ്ദം തന്നെ ദേ ഇപ്പോൾ അങ്കിതയും കേൾക്കുകയാണ്. ആരൊക്കെയോ ഓടുന്ന ശബ്ദവും ഒക്കെ അവൾ കേൾക്കുന്നു. അവൾ കരുതിയത് അത് ഋഷി കൊടുക്കുന്ന പ്രാങ്കായിരിക്കുമെന്നാണ്. എന്നാൽ അങ്കിതയുടെ മുന്നിലേക്ക് ഒരു രൂപം വരുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. അവൾ അത് കണ്ട് അവിടെ നിന്ന് പേടിച്ചോടുകയാണ് ചെയ്തതും. എന്നാൽ പെട്ടെന്ന് തന്നെ കാല് വന്ന് കല്ലിൽ തട്ടി കാലിൽ നിന്നും ഒരുപാട് രക്തം വരുന്നു. മുത്തശ്ശി പറഞ്ഞിട്ടില്ലേ കാട്ടിൽ രക്തം വീഴാൻ പാടില്ല എന്ന്. പക്ഷേ ദേ ഇപ്പോൾ രക്തം വീണിരിക്കുന്നു. എന്നാൽ അവൾക്ക് മുന്നിലായിട്ട് വീണ്ടും ആ രൂപം വരികയും അവിടെ വെച്ച് അങ്കിത മരണപ്പെടുകയും ചെയ്യുന്നു. മരിച്ചതല്ല, ആ രൂപം കൊന്നതാണ്. അങ്കിതയുടെ അലർച്ച ഋഷിയും ജെന്നിഫറും കേൾക്കുകയാണ്. ജെന്നിഫർ ആണെങ്കിൽ വല്ലാത്ത വയറ്റുവേദനയിൽ കിടക്കുന്നത് കൊണ്ട് ഋഷി പറയുന്നത് അങ്കിതയുടെ അലർച്ച ഋഷിയും ജെന്നിഫറും കേൾക്കുന്നു. ജെന്നിഫർ വല്ലാതെ വയറുവേദനയിൽ കിടക്കുന്നത് കാരണം ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഋഷി അവിടെ നിന്നും യാത്ര ആരംഭിക്കും. ഋഷി അങ്കിതയെ വിളിച്ചാണ് പോകുന്നതും. എന്നാൽ അങ്കിത കേട്ട ആ ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ, മുൻപ് ഋഷി കേട്ടതും ആ ശബ്ദങ്ങൾ വീണ്ടും അവൻ കേൾക്കുകയാണ്. ദേ ഒരു സൈഡില് ജെന്നിഫർ ഒറ്റയ്ക്ക്, മറ്റൊരു വശത്ത് മെൽവിനും ഒറ്റയ്ക്ക്. ഇപ്പോൾ ദേ ഒറ്റയ്ക്ക് ഋഷിയും നടന്നു പോകുന്നു. അവനും ആ രൂപങ്ങളെയൊക്കെ കാണുന്നു. മാത്രമല്ല തലേ ദിവസം മിസ്സായി പോയ കാന്തയുടെ രൂപത്തെയും കാണുകയാണ്. കാന്ത, ഇത് നീയാണോ? നീ എവിടെ പോയതാ? നമ്മുടെ അങ്കിതയെ കാണുന്നില്ല, അങ്കിത എവിടെയാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഋഷി അവളുടെ അടുത്തേക്ക് പോകുന്നതും. ഋഷി ഇതെല്ലാം റെക്കോർഡ് ചെയ്തു വെക്കുന്നുമുണ്ട്. എന്നാൽ പോകുന്ന വഴിയിൽ ഋഷിയുടെ കാലിലാണെങ്കിൽ ഒരാണി തറച്ചു കയറും. ഉടനെ അവിടെ ഒരുപാട് രക്തം വീഴുകയും ചെയ്യുന്നുണ്ട്.
ഋഷിയുടെ ദേഹത്തു നിന്നും രക്തം വന്നതോടുകൂടി അവന്റെ കാര്യത്തിലും തീരുമാനമായി. ഋഷിയെ ആ രൂപം വന്ന് ക്രൂരമായി കൊന്നുകളയുകയാണ്. ഇനി ആകെ ബാലൻസ് ഉള്ളത് മെൽവിനും ജെന്നിഫറും മാത്രമാണ്. ജെന്നിഫറിനാണെങ്കിൽ സാധാരണ വയറുവേദനയല്ല, അവൾക്ക് പീരീഡ്സ് ആയതാണ്. പീരീഡ്സ് ആകുമ്പോൾ ഉറപ്പായിട്ടും ശരീരത്തിൽ നിന്ന് രക്തം വരുമല്ലോ. അങ്ങനെ ആ ഒരു കാരണത്താൽ ജെന്നിഫറിനെയും ആ ഒരു അമാനുഷിക ശക്തി കൊന്നുകളയുകയാണ്. ഇനി ആകെയുള്ളത് മെൽവിൻ മാത്രമാണല്ലോ ഇനിയുള്ളതും. ബാക്കിയുള്ള ആരെയും കാണാതെ മെൽവിന് വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് കരുതിയ മെൽവിൻ ആണെങ്കിൽ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ക്യാമറയും ഓണാക്കി വീണ്ടും യാത്രയായി. അവരെത്തിപ്പെടേണ്ട മൂന്നാമത്തെ കല്ലിലേക്കാണ് മെൽവിൻ എത്തിപ്പെട്ടിരിക്കുന്നതും. എന്നാൽ ആ മൂന്നാമത്തെ കല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. മൂന്നാമത്തെ കല്ലിനടുത്താണ് ആ പുഴയുള്ളത്. അമാവാസി ദിവസം 7 കന്യകമാരും ആ പുഴയിൽ വന്നാണ് നീരാടുന്നതും. എന്നാൽ ദേ ഇപ്പോൾ മെൽവിന്റെ കണ്ണിൽ 7 കന്യകമാരെയും അവൻ കാണുകയാണ്. അവൻ ഉടനെ തന്നെ തന്റെ ക്യാമറ എടുത്ത് അതെല്ലാം റെക്കോർഡ് ചെയ്തു വെക്കുന്നു. അത് 7 കന്യകമാരാണോ അതോ മനുഷ്യരാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ മെൽവിൻ ഉണ്ടാവുകയാണ്. എന്തായാലും മെൽവിൻ അതെല്ലാം റെക്കോർഡ് ചെയ്തു വെക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ മെൽവിന്റെ മുന്നിലേക്ക് ഒരു അമാനുഷിക ശക്തിയുടെ രൂപം വരികയാണ്. മെൽവിന്റെ കാലിൽ പിടിച്ച് അതവനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. അവന്റെ അലറൽ മാത്രമാണ് പിന്നീട് അവിടെ മുഴങ്ങിയതും. മെൽവിൻ റെക്കോർഡ് ചെയ്തു വെച്ച ക്യാമറയും ആ ഒരു വീഡിയോ ഫുട്ടേജും മാത്രം ബാക്കിയായി. മെൽവിന്റെ ജീവനും നഷ്ടമായി. അതോടുകൂടി സിനിമയുടെ കഥ അവസാനിക്കുകയാണ്. ഡോക്യുമെന്ററി എടുക്കുവാനായിട്ട് ആ ഒരു കാട്ടിലേക്ക് വന്ന 4 സുഹൃത്തുക്കളും മരണപ്പെട്ടു. യഥാർത്ഥത്തിൽ നാട്ടുകാർ പറയുന്നത് പോലെ മങ്ക എന്ന മന്ത്രവാദിയും 7 കന്യകമാരുടെ പ്രേതാത്മാക്കളും ആ കാട്ടിനുള്ളിലുണ്ടോ, അതോ കാട് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടുകാർ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നതോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളോട് കൂടിയാണ് സിനിമയുടെ കഥ അവസാനിക്കുന്നതും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.